Hi all, welcome to English Bibliotheca. The silence depressed me. It wasn't the silence of silence. It was my own silence. സിൽവിയ പ്ലാത്തിൻ്റെ ഒരു കോട്ടാണിത്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും വാട്ട് ഇസ് ദ ഇമേജ് ഓഫ് സൈലൻസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ലാക്ക് ഓഫ് എക്സ്പ്രഷൻ, ലാക്ക് ഓഫ് ഫീലിങ്സ്. അവൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരു ഫീലിംഗ് ദാറ്റ് അത് വെറും ഒരു വാക്കിലൊതുക്കാണ് സൈലൻസ്. പക്ഷേ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ പറയുന്നു, നിശബ്ദത എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, എന്നെ നിരാശയാക്കുന്നു. അത് ഒരിക്കലും നിശബ്ദതയുടെ നിശബ്ദതയല്ല, അത് എൻ്റെ സ്വന്തമായ എൻ്റെ നിശബ്ദതയാണെന്ന് പറയുന്നു. സിൽവിയ പ്ലാത്ത് എന്നുള്ള പോയറ്റ്, ഷി വാസ് ദ പോയറ്റ് ബോൺ ഫ്രം പെയിൻ. മുഴുവൻ ജീവിതവും ഒരു ടെർബുലൻ്റ് ആയിട്ടുള്ളൊരു ജീവിതം നയിച്ച ഒരു സ്ത്രീയാണ് സിൽവിയ പ്ലാത്ത്. അതിൽ നിന്ന് ഉടലെടുത്ത ഒരു പോയറ്റാണ് സിൽവിയ പ്ലാത്ത്. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ വരിയിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഹാപ്പിനെസ്സിൻ്റെ അർത്ഥങ്ങളല്ല, അവർ ജീവിതത്തിൽ ഫേസ് ചെയ്യപ്പെട്ട നിശബ്ദതകളുടെ അർത്ഥങ്ങൾ, നിരാശകളുടെ അർത്ഥങ്ങൾ. ഇവിടെയും അത് തന്നെയാണ്. പുറമെ ഒരു ഔട്ടർ വേൾഡിൽ നിന്നുള്ള നിശബ്ദതയല്ല അവളെ അലട്ടിയിരുന്നത്, അവളുടെ ഉള്ളിലുണ്ടായിരുന്ന അവളുടെ നിശബ്ദതയായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സിൽവിയ പ്ലാത്തിൻ്റെ ഡാഡി എന്ന പോയമാണ്. ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ദ പോം ഇസ് അബൌട്ട് ഹർ ഫാദർ. മരണത്തിന് ശേഷം ഫാദറിൻ്റെ ഓർമ്മകളെ റീകളക്ട് ചെയ്തുകൊണ്ട് എഴുതിയൊരു കവിതയാണ്. ഫാദർ ഉള്ള സമയത്ത് എങ്ങനെയായിരുന്നു, അച്ഛൻ മരിച്ച ശേഷം ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ മനസ്സിലൂടെ എന്തെല്ലാമാണ് പോകുന്നത് എന്നെല്ലാം വായനക്കാരിലേക്ക് അത്രയും അവൾ എത്രത്തോളം ഇമോഷണൽ ബാഗേജും കൊണ്ടാണോ നടക്കുന്നത്, ആ ഇമോഷൻസ് മുഴുവൻ റീഡേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ജർമ്മനിയിലെ സർക്കംസ്റ്റൻസ് എങ്ങനെയെന്ന് അറിയാം. ഒരു ജൂതനും അതുപോലെ ഒരു നാസിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എങ്ങനെ വരുന്നത്, അവർ തമ്മിലുള്ള ആ ഒരു ഇൻ്ററാക്ഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അറിയാത്തവർക്കായിട്ട് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം, ഔട്ട്ലൈൻ മാത്രം. നാസികൾ ചിന്തിക്കുന്നത് ഈ ജൂതന്മാരെ കൊന്നൊടുക്കുകയാണ് അവരുടെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം എന്നുള്ളത് അതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കണ്ണിലെ കണ്ട എല്ലാ ജൂതന്മാരെയും കൊന്നൊടുക്കാൻ ശ്രമിക്കും. അതുപോലെ കൊന്നൊടുക്കുന്നതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ വംശശുദ്ധി നടത്തുക എന്നാണ്, ജർമ്മനിയുടെ വംശശുദ്ധി നടത്തുക എന്നാണ്. അപ്പോൾ ഇതിനായി ഇവരൊരു കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ സജ്ജീകരിക്കുന്നുണ്ട്. വെറുതെ അങ്ങനെ കൊല്ലുകയല്ല ചെയ്യണത്, അവർ വളരെ ടോർച്ചർ ചെയ്ത് കൊല്ലുകയൊക്കെ ചെയ്യണത്. അപ്പോൾ എനിവേ അതൊക്കെ അങ്ങനെ ആ ഒരു റിലേഷൻ മനസ്സിലായല്ലോ. ഇവിടെ പറയുന്നത് സിൽവിയ പ്ലാത്തിനെ ഒരു ജൂതനായിട്ടും അതുപോലെ ഇവിടെ കാണുന്ന സിൽവിയ പ്ലാത്തിൻ്റെ അച്ഛനെ ഒരു നാസിസ്റ്റായിട്ടുമാണ് ഇവിടെ സിൽവിയ പ്ലാത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു അച്ഛൻ മകൾ എന്നുള്ള ബന്ധത്തിലുപരി അവിടെ അങ്ങനെ ഒരു ടോർച്ചറിങ് ലൈഫായിരുന്നു സിൽവിയ പ്ലാത്തിനുണ്ടായിരുന്നത് എന്ന് നമുക്ക് വായനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പോയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, You do not do anymore black shoe, in which I have lived like a fool for 30 years, poor and white, barely daring to breathe or chew. ഇവിടെ സിൽവിയ പ്ലാത്താണ് പറയുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ഷൂവിനെ പറ്റി പറയുന്നു, ഒരു ഫൂട്ടിനെ പറ്റി പറയുന്നു, ഒരു കോൺട്രാസ്റ്റ് ഇമേജ് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് ബ്ലാക്ക്, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇവിടെ കൊണ്ടുവരുന്നു. ഇവിടെ ഷൂ ആയിട്ട് ഉപമിച്ചിട്ടുള്ളത് അവരുടെ അച്ഛനെ തന്നെയാണ്, ഓട്ടോ പ്ലാത്തിനെ. സിൽവിയ പ്ലാത്തിൻ്റെ അച്ഛനായിട്ടുള്ള ഓട്ടോ പ്ലാത്തിനെയാണ് ഇവിടെ ബ്ലാക്ക് ഷൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അതർ വൺ ദർ ഇസ് ഐ ഹാവ് ലിവ്ഡ് ലൈക്ക് എ ഫൂഡ് ഫോർ 30 years. 30 വർഷത്തോളം ഞാൻ അതിനുള്ളിൽ കിടക്കുന്ന ഒരു കാലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പുവർ ആൻഡ് വൈറ്റ് കളറായിരുന്നു. അതേപോലെ പുവർ ആൻഡ് വൈറ്റ്, ബെയർലി ഡെയറിങ് ടു ബ്രീത്ത് ഒരു ഒരു ഷീ കുഡൻറ്റ് ബ്രീത്ത്, ഷീ കുഡൻറ്റ് സ്നീസ്, ഒന്ന് തുമ്മാനോ ഒന്ന് ശ്വാസം വലിക്കാനോ ബുദ്ധിമുട്ടി ആ ഷൂവിനകത്തായിരുന്നു ഞാൻ ഒരു 30 years ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസ, ഡാഡി ഐ ഹാവ് ഹാഡ് ടു കിൽ യു ഡൈഡ് ബിഫോർ ഐ ഹാഡ് ടൈം എന്ന് തുടങ്ങി ബിഗ് ആസ് എ ഫ്രിസ്കോസി ഇതുവരെ അവസാനിക്കുന്നു. തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് താങ്കളെ കൊല്ലണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനെനിക്ക് സമയം കിട്ടിയില്ല. ഐ ഹാഡ് നോട്ട് ഇനഫ് ടൈം ടു കിൽ യു. അതാണ് ഇവിടെ സിൽവിയ പ്ലാത്ത് പറയുന്നത്. എന്നിട്ട് അത് ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്, ഇൻകംപ്ലീറ്റ് ആണ്. അടുത്ത ലൈനിൽ പറയുന്നു, മാർബിൾ ഹെവി എ ബാഗ് ഫുൾ ഓഫ് ഗോഡ്.
ghastly statue with one great toe, big as a Frisco seal. മാർബിൾ ഹെവി, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭീമാകാരമായ, തകർക്കാൻ പറ്റാത്ത ബാഗ് ഫുൾ ഓഫ് ഗോഡ്. സ്വയം കരുതുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ സിൽവിയ പ്ലാത്തിന് ജന്മം നൽകിയത് കൊണ്ടായിരിക്കാം ഒരു ഗോഡുമായി ഉപമിക്കുന്നുണ്ട് ഫാദറിനെ. ഗാസ്ലി സ്റ്റാച്യു വിത്ത് വൺ ഗ്രേറ്റ് ടോ, വലിയൊരു പ്രതിമ, വലിയൊരു സ്റ്റാച്യു ആയിരുന്നു എൻ്റെ അച്ഛൻ. ഇപ്പോൾ ഒരു കാല്, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേ ടോ കാണുന്നുണ്ട് എനിക്ക്. ബിഗ് ആസ് എ ഫ്രിസ്കോ സീൽ, ഒരു നീർനായയെ പോലെ എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ, ഒപ്രസീവ് പവർ, എന്നെ മേലുള്ള ആ ഒരു ഒപ്രസീവ് പവർ ആസ് എ സ്റ്റാച്യു ഇപ്പം അത് തകർന്നിരിക്കുകയാണ്. ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു ടോ കാണാൻ കഴിയുന്നുണ്ട്. കാരണം അത് തകർന്നടിഞ്ഞിരിക്കുന്നു. ഇന്ന് ജീവനോടെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒപ്രസീവ് പവർ അവിടെ തകർന്നു എന്നാണ് ഈ ഒരു സ്റ്റാൻസയിൽ കാണുന്നത്. Then next stanza. And I had in the freakish Atlantic, where it pours being green over blue. In the waters of beautiful Nauset, I used to pray to recover you. Achstu. ഇവിടെ എനിക്ക് ഈ ഒരു സ്റ്റാൻസ വായിച്ചപ്പോൾ നമ്മുടെ ബാഹുബലി 2 ആ പ്രതിമ തകർത്തിട്ട് ആ തല ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നില്ലേ ആ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി ഒരു വെള്ളച്ചാട്ടത്തിൽ വീണ് താഴെ ഇങ്ങനെ മുങ്ങി താണും വരുന്നില്ലേ, അതേപോലൊരു ഇമേജാണ് ഈ ഒരു സ്റ്റാൻസയിൽ കാണുന്നത്. ഫ്രീക്കിഷ് അറ്റ്ലാന്റിക്കിൽ ഇങ്ങനെ മേലെ കൂടെയൊക്കെ പായലൊക്കെ പിടിച്ച്, പക്ഷേ വാട്ടേഴ്സ് ഓഫ് ബ്യൂട്ടിഫുൾനെസ്, അത്രയും നല്ല സുന്ദരമായിട്ടുള്ള ആ സ്ഥലത്ത് എന്തുണ്ട്, ഇദ്ദേഹത്തിൻ്റെ തല കിടപ്പുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിമ തകർന്നിരിക്കുന്നു. ഐ യൂസ്ഡ് ടു പ്രേ ടു റിക്കവർ യു, താങ്കൾ റിക്കവർ ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? എന്തായാലും മരിച്ച ആൾ തിരിച്ചു വരില്ല എന്നറിയാം, എന്നാലെങ്കിൽ ആ ഒരു പവറെങ്കിലും തിരിച്ചു കിട്ടട്ടെ ഞാനെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. റിക്കവർ യു എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് അദ്ദേഹത്തിന് റിക്കവർ ആവാൻ കഴിയട്ടെ എന്നായിരിക്കാം, അല്ലെങ്കിൽ മരിച്ചാലെങ്കിലും അദ്ദേഹത്തിന് ഹെവനിൽ എത്താൻ കഴിയട്ടെ എന്നായിരിക്കാം. അങ്ങനെ ഒരുപാട് മീനിങ്സ് ചിലപ്പോൾ സിൽവിയ പ്ലാത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. അതിനുശേഷം ഈ ഒരു ഫാദറിൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റി പറയുന്നു. ഇദ്ദേഹം ജർമ്മൻ ടങ്, ഇദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരു ജർമ്മൻ ലാംഗ്വേജാണ്. പോളിഷ് ടൗണിലാണ് അദ്ദേഹം ജീവിക്കുന്നതെങ്കിൽ കൂടെ അദ്ദേഹം ഉപയോഗിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജാണ്. അതങ്ങനെ തന്നെയാണ്. പോളണ്ടിൽ ആർക്കും പോളിഷ് ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ആ സംസാരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ജർമ്മൻ്റെ ആ ഒരു ഒപ്രസീവ് പവർ അത് ഇവരുടെ മേലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ജർമ്മൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും ജർമ്മനിയിലെ രാജാക്കന്മാരുടെ ആ ഒരു ആൻസസ്ട്രിയെ പറ്റിയൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് അവരെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പോളിഷ് ലാംഗ്വേജ് ഒന്നും സംസാരിക്കാൻ അനുവദനീയമല്ലാത്ത കാര്യമായതുകൊണ്ട് ഇവിടെ ഈ ഒരു ഓട്ടോ പ്ലാത്തും സംസാരിച്ചിരുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആയിരുന്നു. Scaped flapped by the roller of wars by the name of the town is common by my Polak friend. ഇതെല്ലാം അറിഞ്ഞത് ഞാൻ അച്ഛനോട് ഇതുവരെ അധികം സംസാരിച്ചിട്ടില്ല എന്നായിരിക്കും. ഒരു കണക്ഷൻ ഇല്ല അച്ഛനും മകളുമായിട്ട്. അപ്പോൾ ഈ അച്ഛൻ എന്തായിരുന്നു, അച്ഛൻ്റെ ലാംഗ്വേജ് എന്തായിരുന്നു, അച്ഛൻ എവിടുത്തുകാരനാണെന്നൊക്കെ അറിഞ്ഞത് ഇവരുടെ ഒരു പോളണ്ടിലെ ഫ്രണ്ടിൽ നിന്നാണ് ഇതെല്ലാം അറിഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ സിറ്റി എവിടെയാണെന്നോ, സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ സിറ്റിയിൽ നിന്നാണ് അച്ഛൻ വരുന്നതെന്ന് കൂടെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് സിൽവിയ പ്ലാത്തിനെ അറിയുന്നത്. നെക്സ്റ്റ് ആൻസറിൽ പറയുന്നു ഇത് തന്നെ. അതുകൊണ്ട് തന്നെ താങ്കളുടെ റൂട്ട് എവിടെ നിന്നാണെന്നോ താങ്കളുടെ ഫുഡ് എവിടെ നിന്നാണെന്നോ ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. കാരണം താങ്കളുള്ള സമയത്ത് ഐ കുഡൻറ്റ് ടോക്ക്, എൻ്റെ ടങ്, എൻ്റെ ജോസ് ഇടയിൽ അങ്ങ് ഞെരിഞ്ഞമരുകയായിരുന്നു. ബിക്കോസ് അവിടെ അവൾക്ക് ഒന്ന് ഉരിയാടാനുള്ള സ്വാതന്ത്ര്യം കൂടെ ആ ഒരു വീട്ടിലുണ്ടായിരുന്നില്ല. ആ ഒരു വീട്ടിൽ അദ്ദേഹത്തിനോട് പോലും ഉരിയാടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ റൂട്ട് എവിടെയാണെന്നോ ഇദ്ദേഹത്തിൻ്റെ നേറ്റീവ് എവിടെയാണെന്നോ ഒന്നും ഇവള് അന്വേഷിച്ച് പോകാൻ നിന്നിട്ടില്ല. ദെൻ ഇനി അവൾ പറയുന്നു ബാബ് വോയിസ്നെ ഇറ്റ് സ്റ്റക്ക് ഇൻ എ ബാബ് വോയിസ്നെ ഇച്ച് ഐ കുഡ് ഹാർഡ്ലി സ്പീക്ക്. എനിക്ക് എൻ്റെ വായിലൊരു വേലി കെട്ടിയ പോലെ, ഒരു കമ്പി വേലി എൻ്റെ വായിൽ കെട്ടിവെച്ച പോലെയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. ഐ കുഡ് ഹാർഡ്ലി സ്പീക്ക്, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഐ തോട്ട് എവറി ജർമ്മൻ വാസ് യു. ഞാൻ നേരത്തെ പറഞ്ഞു പോളിഷ് മെന്നോട് എങ്ങനെയായിരുന്നു ജർമ്മൻ പീപ്പിൾ ട്രീറ്റ് ചെയ്തിരുന്നത്, എങ്ങനെയായിരുന്നു അവരെങ്ങനെയാണ് അവരെ കാറ്റർ ചെയ്തിരുന്നത് നേരത്തെ പറഞ്ഞു. നല്ല ഫോഴ്സ് ഒപ്രസീവ് പവറായിരുന്നു മുഴുവനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോളിഷ് ലേഡി ആയിട്ടുള്ള സിൽവിയ പ്ലാത്തിന് ഏതൊരു ജർമ്മനെ കണ്ടാലും ഷീ ഫീൽസ് ദാറ്റ് ഇറ്റ് ഈസ് ഹർ ഫാദർ.
അവളുടെ അച്ഛനായിട്ടായിരുന്നു അവൾ ഓരോ ജർമ്മനെ കാണുമ്പോഴും അവൾ വിചാരിച്ചിരുന്നത്, അവൾ കരുതിയിരുന്നത്. ആൻഡ് ദ ലാംഗ്വേജ് ഒബ്സീൻ, അവൾക്ക് ക്ലിയർ അല്ലാത്ത, ഇപ്പോഴും ഒരു വാഗായി എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ലാംഗ്വേജാണ് ജർമ്മൻ എന്നുള്ളത്. ദെൻ അടുത്ത സ്റ്റാൻസ, an engine chuffing me off like a Jew with a chow ഓഷ്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇത് തന്നെയാണോ എന്നറിയില്ല. വെൽസൺ, I began to talk like a Jew. I think I may well be a Jew. ഇപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ ഇവളുടെ ഈ ഒരു യാത്ര, ഇത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാണ്. ആ ട്രെയിൻ എന്താണ്? ഇവളുടെ അച്ഛനും അതുപോലെ ഇവൾ ഒരു ജൂ ആണ്. ഒരു ജർമ്മൻ ട്രെയിൻ ഇവളെ ഈ ഒരു ജൂതനെ കൊണ്ടുപോകുന്നത് പോലെ. നേരത്തെ പറഞ്ഞു ജർമ്മനിയിലുള്ള ജൂതന്മാരുടെ അവസ്ഥ, അവരെ ഹോളോകാസ്റ്റിന് വേണ്ടിയും അതുപോലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വേണ്ടിയിട്ടും കൊണ്ടുപോയിരുന്നത് ട്രെയിനിലായിരുന്നു. നമ്മൾ പഠിച്ചിട്ടില്ലേ വാഗൻ ട്രാജഡിയൊക്കെ, അതുപോലെയൊക്കെ ആയിരുന്നു കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിൽ ഇവളുടെ പോക്ക്, അല്ലെങ്കിൽ ഇവളുടെ ഈ ഒരു ജീവിതത്തിലുള്ള യാത്ര ലൈക്ക് എ ജ്യൂ ഓൺ എ എൻജിൻ. ആ ഒരു ഇതിലുള്ള എൻജിനിൽ ഒരു ജൂതനെ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതുപോലെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, സിൽവിയ പ്ലാത്ത് അവളുടെ ജീവിതം മുഴുവൻ അച്ഛൻ്റെ ഒപ്പം കഴിച്ചു കൂട്ടിയിരുന്നത്. ഐ ഹാവ് ഓൾവേസ് ബീൻ സ്കെയർഡ് ഓഫ് യു വിത്ത് യുവർ ലഫ്ഫെ, യുവർ ഗോബിൾഡ് ഡൈഗു ആൻഡ് യുവർ നീറ്റ് മൊസ്റ്റാച്ച് ആൻഡ് യുവർ ആര്യൻ ഐ ബ്രൈറ്റ് ബ്ലൂ പാൻസർമാൻ ഓ യു. ഇവിടെ ഈ ഒരു സ്റ്റാൻസ് വായിച്ചപ്പോൾ എനിക്ക് ഹിറ്റ്ലറിനെ ആയിട്ട് കമ്പയർ ചെയ്യാനാണ് തോന്നിയത്. കാരണം ഇതിൽ മൊത്തം ഫിസിക്കൽ ഫീച്ചേഴ്സ് കാണിക്കുന്നത് ഒരു ഹിറ്റ്ലറിനെ തന്നെ, ഒരു ജർമ്മൻ ഹിറ്റ്ലർ, ഒരു നാസീനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സിൽവിയ പ്ലാത്ത് അച്ഛനെ കൊണ്ടുവരുന്നത്. അച്ഛൻ്റെ ഒരു ഇമേജ് അങ്ങനെ ഒരു നാസിസ്റ്റായിട്ട് കൊണ്ടുവരികയാണ്. നോട്ട് ഗോഡ് ബട്ട് എ സ്വസ്തിക, സോ ബ്ലാക്ക് നോ സ്കൈ കുഡ് സ്ക്വീക്ക് ത്രൂ, എവരി വുമൻ അഡോസ് എ ഫാസിസ്റ്റ്, ദ ബൂട്ട് ഇൻ ദ ഫേസ്, ദ ബ്രൂഡ് ഹാർട്ട് ഓഫ് എ ബ്രൂട്ട് ലൈക്ക് യു. നോട്ട് ഗോഡ്, ഒരു ഗോഡൊന്നുമല്ല, ബട്ട് എ സ്വസ്തിക. സ്വസ്തികയുടെ ചിഹ്നം അറിയാലോ, ഇങ്ങനെ സ്വസ്തികയാണ് ഈ ഹിറ്റ്ലറിൻ്റെയൊക്കെ മറ്റേ നാസിയുടെ ആ ഒരു സിമ്പിളൊക്കെ. സ്വസ്തിക നോട്ട് ഗോഡൊന്നുമല്ല, പക്ഷേ ഒരു സ്വസ്തിക മാത്രമാണ്, പക്ഷേ ഒരു സ്വസ്തികയാണ്. സോ ബ്ലാക്ക് കളറിലാണ് അത് ചെയ്തിരിക്കുന്നത്. നോ സ്കൈ കുഡ് സ്ക്വീക്ക് ത്രൂ, ഒരു സ്കൈ മീൻസ് സൺലൈറ്റ് ഒന്നും ഇതിനുള്ളിലൂടെ, ഈ സ്വസ്തികയുടെ ഈ കറുത്ത ഇതിനുള്ളിലൂടെ ഇങ്ങോട്ട് കാണാൻ പറ്റില്ല, അത്രത്തോളം അത് ഒപ്പാക്കാണെന്ന് പറയാം. എവരി വുമൻ അഡോസ് എ ഫാസിസ്റ്റ്. ഈ ജർമ്മനിയിലെ എല്ലാ വിമനും ഫാസിസ്റ്റിനെ എന്ത് ചെയ്യാണ്, അഡോ ചെയ്യാണ്. ദ ബൂട്ട് ഇൻ ദ ഫേസ്, ദ ബ്രൂട്ട് ഹാർട്ട് ഓഫ് എ ബ്രൂട്ട് ലൈക്ക് യു. ബൂട്ട് ഇൻ ദ ഫേസ്, അത്രയും ഒപ്രസന, അത്രയും ഓവർ പവർ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ കൂടി ഇവിടുത്തെ സ്ത്രീകൾ അതിനെ ആരാധിക്കുന്നുണ്ട്. യു സ്റ്റാൻഡ് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്സ് ഡാഡി, ഇൻ ദ പിക്ചർ ഐ ഹാവ് ഓഫ് യു, എ ക്ലഫ്റ്റ് ഇൻ യുവർ ചിൻ ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഫൂട്ട്, ബട്ട് നോ ലെസ് എ ഡെവിൾ ഫോർ ദാറ്റ്, നോ നോട്ട് എനി ലെസ് ദ ബ്ലാക്ക് മാൻ ഹൂ. ഞാൻ ഓർക്കുന്നു താങ്കളുടെ ഒരു ചിത്രം എൻ്റെ കയ്യിലുണ്ട്. ഒരു ബ്ലാക്ക് ബോർഡിന് മുന്നിലായി താങ്കൾ നിൽക്കുന്നൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ താങ്കളുടെ ചിന്നിൽ ഒരു ക്ലെഫ്റ്റ് ഉണ്ട്. പക്ഷെ ആ ക്ലെഫ്റ്റ് താങ്കളുടെ ചിന്നിലല്ല വേണ്ടിയിരുന്നത്, അത് കാലിലായിരുന്നു വേണ്ടിയിരുന്നത്. ദാറ്റ് എവറി ഡെവിൾ ഹാവ്, എല്ലാ ഡെവിളിനും ഉള്ള പോലെ കാലിനായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം ഇവിടെ ഫാദറിനെ കമ്പയർ ചെയ്യുന്ന ഒരു ഡെവിളായിട്ടാണ്. വിത്ത് മൈ പ്രെറ്റി റെഡ് ഹാർട്ട് ഇൻ ടു, ഐ വാസ് 10 when they buried you. At 20, I tried to die and get back to you. I thought even the bones would do. Bit my red heart into two. I was 10 when they buried you, and 20, I tried to die and get back to you. I thought even the bones would do. എൻ്റെ ആ ഒരു ചെറിയ ഹൃദയം അത് രണ്ടായി പിളർന്നു പോയി. എനിക്ക് 10 വയസ്സായിരുന്ന സമയത്ത് ഞാൻ താങ്കളെ അതിൽ ബറി ചെയ്തിരിക്കുന്നു. കാരണം ആ സമയത്ത് തന്നെ ആ ഫാദർ എന്നുള്ള കോൺസെപ്റ്റ് അവളിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അറ്റ് 20 I tried to die. 20-ാം വയസ്സിൽ ഞാൻ മരിക്കാൻ ശ്രമിച്ചു.
പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. അത് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് എന്നെ വീണ്ടും വലിച്ചു കൊണ്ടുവന്നു. എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും എൻ്റെ ശരീരം അങ്ങനെ ചെയ്തു എന്നോട് എന്ന് പറയാം. ബട്ട് ദേ പുൾഡ് മീ ഔട്ട് ഓഫ് ദ സാക്ക് ആൻഡ് ദേ സ്റ്റക്ക് മീ ടുഗെദർ വിത്ത് ഗ്ലൂ ആൻഡ് ദെൻ ഐ ന്യൂ വാട്ട് ടു ഡു. ഐ മെയ്ഡ് എ മോഡൽ ഓഫ് യു, എ മാൻ ഇൻ ബ്ലാക്ക് വിത്ത് എ മേക്കപ്പ് ലുക്ക്. അങ്ങനെ ഓരോരോ അറ്റംപ്റ്റും ഫെയിലായി പോകുമ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു വഴി ഇവൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇവൾ പുതിയൊരു മോഡൽ, അവളുടെ അച്ഛൻ്റെ അതേപോലെ മറ്റൊരു മോഡലിനെ ഉണ്ടാക്കുകയാണ്. മീൻസ് അവളുടെ ജീവിതത്തിലേക്ക് വരുത്തുകയാണ്. എ മാൻ ഇൻ ബ്ലാക്ക് ഹൂ ലൈക്സ് ഹെർ ഫാദർ. അച്ഛനെ പോലെ തന്നെയുള്ള ഒരു നാസിയെ പോലെ ഒരു മേക്കപ്പ് ലുക്കുള്ള ഒരാളെ ജീവിതത്തിലേക്ക് വയ്ക്കുകയാണ്. ദിസ് മാൻ ഹാഡ് എ ലവ് ഓഫ് ടോർച്ചറിനോട്. അവൾ കല്യാണം കഴിച്ച ടെഡ് ഹ്യൂഗ്സ് ആണ് അവളുടെ ഭർത്താവ്. അദ്ദേഹം ഒരു പോയറ്റാണ്. അദ്ദേഹത്തിനെ പറ്റി ആയിരിക്കാം ഇവിടെ പറയുന്നത്. ദ സ്പീക്കർ ഡയറക്ട്ലി അഡ്രസ്സിങ് ഹർ ഫാദർ എഗെയിൻ ക്ലെയിംസ് ഹീ ഈസ് ഫൈനലി ത്രൂ. എങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് പോയി പെട്ടതും ഇവിടെയാണ്. ഇദ്ദേഹത്തിനെ പോലെ തന്നെയുള്ള മറ്റൊരു ഹിറ്റ്ലർ പോലെയുള്ള ഒരാളുടെ അടുത്ത്, മറ്റൊരു നാസിയുടെ അടുത്തായിരുന്നു ആര് പോയി പെട്ടത്? നമ്മുടെ സിൽവിയ പ്ലാത്ത് പോയി പെട്ടത് എന്നാണ് അവൾ പറയുന്നത്. If I have killed one man, I have killed two. The vampire who said he was you and drank my blood for 7 years. If you want to know, Daddy, you can lie back now. എനിക്കൊരാളെ കൊല്ലാൻ കഴിയുമെങ്കിൽ ഞാൻ 2 പേരെ കൊല്ലുമായിരുന്നു. അത് മറ്റാരുമല്ല, ഒന്ന് ഇദ്ദേഹവും പിന്നെ ഒന്ന് ടെഡ് ഹ്യൂഗ്സും ആയിരിക്കാം. ദ വാമ്പയർ, പിശാച്, ചെകുത്താൻ, ഡ്രാക്കുള, രക്തദാഹിയായ വാമ്പയർ ഹു സെഡ് ഹി വാസ് യു. പറഞ്ഞു ഞാൻ നീയാണ്, ഞാൻ നിൻ്റെ അച്ഛനെ പോലെയാണ്, ശരിയാണ് എന്നത് അവളോട് തുറന്നു പറഞ്ഞു. ഡ്രാങ്ക് മൈ ബ്ലഡ് ഫോർ 1 വർഷത്തോളമായി എൻ്റെ ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രത്തോളം അവൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡാഡി 7 years, ഇഫ് യു വാണ്ട് ടു നോ ഡാഡി യു ക്യാൻ ലൈ ബാക്ക് നൗ. ഇന്ന് നിങ്ങൾക്ക് പിന്നിൽ വിശ്രമിക്കാം, കാരണം ഇന്ന് എന്നെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ചോര കുടിക്കാൻ ഇന്ന് മറ്റൊരാളുണ്ട് താങ്കളെ പോലെ തന്നെ. നെക്സ്റ്റ് ആൻസറിൽ there is a stake in your fat black heart and the villagers never liked you. They are dancing and stamping on you. They always knew it was you, daddy, you bastard, I am through. ഇവിടെ പറയുന്നത് there is a stake പറയുമ്പോൾ that's a kind of wooden post, wooden സ്റ്റിക്ക്. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വാമ്പയർസിന് അല്ലെങ്കിൽ യക്ഷീനെ തളയ്ക്കാന്നൊക്കെ പറയില്ല, അപ്പോൾ വാമ്പയറിനെയൊക്കെ തളയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അവിടെ ഇവളുടെ ഫാദറിൻ്റെ ഹാർട്ടിലേക്ക് കുത്തിയിറക്കി അവിടെ വില്ലേജേഴ്സ് എന്ത് ചെയ്യാണ്? സ്റ്റാമ്പിങ് ആൻഡ് ഡാൻസിങ്. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു പിശാചിനെ തളച്ചു എന്നുള്ള രീതിയിൽ അവർ ഡാൻസിങ് ആൻഡ് സ്റ്റാമ്പിങ് ഓൺ യു. അത്രയും ഇഷ്ടമല്ല വില്ലേജേഴ്സിനൊന്നും താങ്കളെ ഇഷ്ടമല്ല. താങ്കൾക്കറിയോ അത് നിങ്ങളായിരുന്നു, എൻ്റെ അച്ഛനായ നിങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് സിൽവിയ പ്ലാത്ത് ഈ ഒരു പോം അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഈ ഒരു പോത്തിൻ്റെ ബ്രീഫ് സമ്മറി. ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോസിനും അതുപോലെ കൂടുതൽ പോംസിനും വേണ്ടി താഴെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്